നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വിന്യാസം എന്ന് പറയുന്ന ഒരു യോഗയാണ്. അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള യോഗ സമ്പ്രദായങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതായത് ഇൻ യോഗ, വിന്യാസ് യോഗ, അയ്യങ്കാർ യോഗ, ഹഠയോഗ, അഷ്ടാംഗ യോഗ, ബിക്രം യോഗ, പവർ യോഗ, അങ്ങനെ തുടങ്ങി പല യോഗകൾ ഇപ്പോൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വിന്യാസം എന്ന് പറയുന്ന യോഗ അത്യാവശ്യം നല്ലൊരു യോഗയാണ്. കാരണം വെച്ചാൽ അത് ഒരു യോഗ പോസ്റ്ററിൽ നിന്നും മറ്റൊരു യോഗ പോസ്റ്ററിലേക്ക്, അതിൽ നിന്ന് മറ്റൊരെണ്ണത്തിലേക്ക്, അതൊരു ഫ്ലോ പോലെയാണ് അത് ചെയ്തു പോകുന്നത്. ഓക്കെ. അപ്പോൾ പഠിപ്പിക്കുന്ന ആ ഒരു ടീച്ചർ രണ്ടോ അതിലധികമോ ആസനാസ് ഒരു സൈഡ് ചെയ്യും. ഓക്കെ, അതൊരു കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകും. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വലത് സൈഡ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ വലത് സൈഡും ഇടത് സൈഡിനെയും കൊണ്ട് യോജിപ്പിക്കാനായിട്ട് ഒന്നെങ്കിൽ 3 ആസനാസ് ചേർന്നൊരു സീക്വൻസോ അല്ലെങ്കിൽ 6 ആസനാസ് ചേർന്നൊരു സീക്വൻസോ കൊണ്ട് അതിനെ ബന്ധിപ്പിക്കും. അപ്പോൾ കൂടുതലും ചെയ്യുന്നത് 6 ആസനാസ് ചേർന്നൊരു സീക്വൻസ് കൊണ്ടാണ് അതിനെ ബന്ധിപ്പിക്കുന്നത്. അതിനെയാണ് എല്ലാവരും വിന്യാസം എന്ന് വിളിക്കുന്നത്. എന്നിരുന്നാൽ ഇന്ന് പല യോഗ ടീച്ചേഴ്സും അതിനെ 3 ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന വിന്യാസം എന്ന് പറയുന്നത് ഒരല്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. കാര്യം വെച്ചാൽ നമ്മൾ ചതുരംഗ ദണ്ഡാസനത്തിൽ വന്നിട്ട് ഊർദ്ധമുഖ ശ്വാനാസനം എന്ന് പറയുന്ന ഒരു പോസ്റ്ററിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ടാണ് ഡൗൺവേർഡ് ഡോഗ് അഥവാ അധോമുഖ ശ്വാനാസനം എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. നമ്മളിന്ന് നമ്മുടെ ഈ ഒരു വിന്യാസ യോഗയുടെ ക്ലാസ് തുടങ്ങി വെക്കുന്നതുകൊണ്ട് നമ്മളത് വളരെ ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു ചെറിയൊരു ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ചതുരംഗ ദണ്ഡാസനം എന്ന് പറയുന്ന പോസ്റ്റർ അവോയ്ഡ് ചെയ്യുന്നു. ഊർദ്ധമുഖ ശ്വാനാസനം എന്ന് പറയുന്ന പോസ്റ്റർ ഇന്നിപ്പോൾ അവോയ്ഡ് ചെയ്യുന്നു. അതിന് പകരം നമ്മൾ മുട്ടുകളൊക്കെ ഒന്ന് താഴെ കുത്തി പതിയെ ഒന്ന് കിടന്ന് എന്നിട്ട് നേരെ മുകളിലേക്ക് നമ്മുടെ ഭുജംഗാസനത്തിൻ്റെ ഒരു വേരിയേഷൻ ചെയ്യുന്നു, മീൻസ് കോബ്ര പോസ്റ്റർ. അതിനുശേഷം നമ്മൾ പർവ്വതാസനം ചെയ്യുന്നു. നമ്മൾ ഡൗൺവേർഡ് ഡോഗ് ചെയ്യുന്നില്ല, പർവ്വതാസനം എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റർ അഥവാ മൗണ്ടൻ പോസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ ശരി, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആരും പുഷ് ചെയ്യേണ്ട, നിങ്ങളുടെ ശരീരത്തിന് അറിഞ്ഞ് ചെയ്യുക. ഒരല്പം ചലഞ്ചിങ് ആയിരിക്കും ഒരു പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ യോഗ ക്ലാസ്സുകൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഹഠയോഗയാണെങ്കിലും ഹഠയോഗയിലാണ് ഞാൻ കണ്ടിട്ടുള്ള കൂടുതലും നമ്മൾ സൂക്ഷ്മ വ്യായാമങ്ങളും സ്ഥൂല വ്യായാമങ്ങളും ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ വിന്യാസയിൽ അങ്ങനെയില്ല. ലൈറ്റായിട്ട് 1 2 അല്ലെങ്കിൽ മാക്സിമം ഒരു 5 എക്സർസൈസ് ആയിരിക്കും ഇവർ ഒരു ശരീരത്തിനൊന്ന് ലൂസ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർ യോഗ പോസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. പതിയെ ഇതുപോലെ ഒന്ന് ഇരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു സൂക്ഷ്മ വ്യായാമം കൊണ്ട് ചെയ്യുന്നത്, നമ്മളിതുപോലെ പതിയെ ഒന്ന് ഇരുന്നിട്ട് നമ്മൾ ഈ കൈകൾ ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ യോഗ ക്ലാസ് പ്രാർത്ഥന കൊണ്ടേ തുടങ്ങാവുള്ളൂ, പ്രാർത്ഥന കൊണ്ടേ അവസാനിപ്പിക്കാവുള്ളൂ. അതെപ്പോഴും ചിന്തിക്കണം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒത്തിരി മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ഗുണങ്ങളും കിട്ടുന്ന ഒരു എന്നാ പറയുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന യോഗ എന്ന് പറയുന്നത്. അപ്പോൾ അതെപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ ആരംഭിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇരിക്കണം നമ്മളുടെ ദിവസവും അല്ലേ. ഓരോ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോട് വേണം ആരംഭിക്കാൻ. നമ്മൾ കിടക്കുന്നതിന് മുൻപും ദൈവമേ എന്ന് വിളിച്ചിട്ട് വേണം നമ്മൾ ഉറങ്ങാനായിട്ട് പോകാൻ. അതുപോലെ തന്നെ നമ്മൾ യോഗ ക്ലാസ് തീരുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഒന്ന് സൈലൻ്റായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ. അപ്പോൾ ശരി, ഇതുപോലെ ഒന്ന് കാലുകളൊന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ കാലിൻ്റെ പത്തിയിൽ ഇതുപോലെ ബട്ടക്സ് വെച്ചിരിക്കുന്നു. നമുക്കറിയാം അല്ലേ, ഹാഫ് ഡയമണ്ട് പോസ്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ അർദ്ധ വജ്രാസനം എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഓക്കെ ശരി. അതുപോലെ വെച്ചിട്ട് കൈപ്പത്തിയിൽ ഇതുപോലെ നെഞ്ചിന് മധ്യത്തിൽ കൊണ്ടുവരുന്നു. കണ്ണുകളടച്ച് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക. കൈകളൊന്ന് റബ്ബ് ചെയ്യുക. ആ ചൂട് അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുകളിലേക്ക് കൊടുക്കുക. പതിയെ കണ്ണുകളൊന്ന് കൈവെള്ളയിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്യുക. പതിയെ കൈവെള്ളയിലേക്ക് നോക്കുക. കൈകൾ ഒന്ന് മുട്ടുമേലേക്ക് വയ്ക്കുന്നു. നടുവ് നിവർന്ന് ശ്വാസം എടുത്ത് ചെസ്റ്റ് ഒന്ന് മുന്നിലേക്ക് പുഷ് ചെയ്യുക. എന്നിട്ട് നേരെ മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്നു. താടി നെഞ്ചിലേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മളിവിടെ സൂക്ഷ്മ വ്യായാമം പോലെ ചെയ്യുന്നത്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്, വീണ്ടും ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്
ദെൻ ശ്വാസം എടുത്ത് നടുവ് നിവർന്നിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നേരെ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരുന്നു. അപ്പോഴേ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് ന്യൂട്രൽ ലൈൻ ആയിരിക്കണം. മുട്ടുകളുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, കാൽപ്പത്തിയുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ശ്വാസം എടുത്ത് നടുവ് താഴ്ത്തി തല ഉയർത്തി, ശ്വാസം വിട്ട് തല താഴ്ത്തുന്നു, നടുവ് നല്ലപോലെ ഉയർത്തുക. താടി നെഞ്ചിലേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി, ശ്വാസം വിട്ട് 2, ശ്വാസം എടുത്ത്, ശ്വാസം വിട്ട് 3, ശ്വാസം എടുത്ത്, ശ്വാസം വിട്ട് 4, ശ്വാസം എടുത്ത് നമ്മുടെ കാലിൽ വിരലുകൾ ഇതുപോലെ ഒന്ന് തറയിൽ ടച്ച് ചെയ്യുന്നു. ദെൻ പതിയൊന്ന് കൈ ഒന്ന് പ്രസ് ചെയ്ത് ഉയർന്നേ. ഇതുപോലെ ഹീൽസ് ഒന്ന് തറയിൽ മുട്ടിക്കുക. നോട്ടം കാലിൻ്റെ വിരലുകളിലേക്ക്. നമ്മുടെ പർവ്വതാസന മൗണ്ടൻ പോസ്റ്ററിലേക്ക് വരുന്നു. സാധാരണ ശ്വാസോച്ഛ്വാസം 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് വലത് കാല് നേരെ മുകളിലേക്ക് ഉയർത്തുക. കാലിൻ്റെ പത്തി ഒന്ന് കുറിപ്പിച്ച് പിടിക്കുന്നു. ശ്വാസം വിട്ട് വലത് കാൽപ്പത്തി നേരെ കൈകളുടെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഇടത് കാലിൻ്റെ മുട്ട് നിവർന്നിരിക്കണം, ഇടത് കാലിൻ്റെ ഹീൽ ഉയർന്നിരിക്കണം. ശ്വാസം എടുത്ത് ഇതുപോലെ ഉയർന്ന് നോട്ട് നേരെ മുകളിലേക്ക്. സാധാരണ ശ്വാസോച്ഛ്വാസം 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കൈപ്പത്തികൾ നെഞ്ചിന് മധ്യത്തിലേക്ക്. ശ്വാസം എടുത്ത് ബോഡി വെയിറ്റ് ഒന്ന് വലത് കാലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നമ്മുടെ ബാലൻസിങ് പോസ്റ്ററിലേക്ക് വരുന്നു. ഓക്കെ, നമ്മുടെ വീരഭദ്രാസൻ നമ്പർ 3യുടെ റൂട്ട് പോസ്റ്ററാണ്, ബേസിക് ആണ്. സ്റ്റേ ചെയ്യുക. 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നതിനോടൊപ്പം നമ്മുടെ ഇടത് കാൽ ഇതുപോലെ ഒന്ന് ഉയർത്തിപ്പിടിക്കുന്നു. കാലിൻ്റെ പത്തി ഒന്ന് കൂർപ്പിച്ചു പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കാല് താഴേക്ക് വയ്ക്കുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നേരെ മുന്നിലേക്കൊന്ന് ബെൻഡ് ചെയ്യുക. കൈകളൊന്ന് തറയിൽ പതിപ്പിക്കാൻ പറ്റുമെങ്കിൽ മുട്ട് നിവർത്തി പതിപ്പിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടൊന്ന് ബെൻഡ് ചെയ്യുക. കൈന്ന് താഴെ ഒന്ന് കുത്തുന്നു, കാല് പുറകിലേക്ക് വയ്ക്കുക. ഇതുപോലെ നിവരുക. എന്നിട്ട് മുട്ടൊന്ന് തറയിൽ മുട്ടിച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് മുന്നിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ എൽബോസ് ഒന്ന് ബെൻഡ് ചെയ്യുക. ഷോൾഡർ താഴേക്ക്, ഒരിക്കലും ഷോൾഡർ ഇങ്ങനെ പിടിക്കരുത്. എന്നിട്ട് നേരെ മുകളിലേക്ക്. സാധാരണ ശ്വാസോച്ഛ്വാസം 1, 2, 3, 4, then 5. ശ്വാസം എടുത്ത് ടച്ച് ചെയ്യുന്നു കാലിൻ്റെ വിരലുകൾ. ശ്വാസം വിട്ട് ഇതുപോലെ ഉയർന്ന് കാലിൻ്റെ വിരലിലേക്ക് നോക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം 1, 2, 3, 4 and 5. ശ്വാസം എടുത്ത് ഇടത് കാൽ ഉയർത്തിക്കേ. ശ്വാസം വിട്ട് കാൽപ്പത്തിയുടെ ഇടയിലേക്ക്. വലത് കാലിൻ്റെ മുട്ട് നിവർന്നിരിക്കണം, വലത് കാലിൻ്റെ ഹീൽ ഉയർന്നിരിക്കണം. ഹിപ്പ് ഒന്ന് മാക്സിമം താഴ്ത്തുന്നു. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുക. നോട്ടം മുകളിലേക്ക്. സാധാരണ ശ്വാസോച്ഛ്വാസം 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കൈപ്പത്തി നെഞ്ചിന് മധ്യത്തിലേക്ക് നമ്മുടെ ബോഡി വെയിറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഉയർന്ന് കാൽപ്പത്തി ഒന്ന് കൂർപ്പിച്ച് ശ്വാസം എടുത്ത് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക. 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുന്നതിനോടൊപ്പം വലതുകാലം മടക്കി മുന്നിലൂടെ ഉയർത്തി കാലിൻ്റെ പത്തി ഒന്ന് പോയിന്റ് ചെയ്ത് പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക. 1, 2, 3, 4 and 5. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യുന്നു.
കൈകൾ തറയിൽ. ഓക്കെ, നമ്മൾ മുട്ടൊന്ന് മടക്കുക. അതല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് പോകാമെങ്കിൽ ഇതേപോലെ പുറയിലേക്ക് കാലെടുത്ത് വയ്ക്കുക. എന്നിട്ട് മുട്ടൊന്ന് തറയിൽ മുട്ടിക്കുന്നു. ശ്വാസം എടുത്ത് ഹിപ്പ് മുന്നിലേക്ക്, ഷോൾഡർ താഴേക്ക്, സാധാരണ ശ്വാസോച്ഛ്വാസം. 1, എൽബോസ് ഒന്ന് ബെൻഡ് ചെയ്യണേ. 2, 3, 4, then 5. ശ്വാസം എടുത്ത് നമ്മുടെ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വന്നിട്ട് ശ്വാസം വിട്ട് പുറകിലേക്ക് ഇതുപോലെ ഒന്നിരിക്കുക. റിലാക്സ് ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസം. ഇവിടുന്ന് സാവധാനം നിവർന്ന് വീണ്ടും നമ്മൾ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി ശ്വാസം വിട്ടിട്ട് നമ്മൾ വീണ്ടും പർവ്വതാസനത്തിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ സീക്വൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വലത് സൈഡ് കൊണ്ടാണ്, വലത് കാല് കൊണ്ടാണ്. നമ്മൾ രണ്ടാമത്തെ സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇടത് കാല് കൊണ്ടാണ്. നമ്മൾ ഫസ്റ്റ് സീക്വൻസ് വലത് കാലം കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇടത് വശം ചെയ്തു. രണ്ടാമത്തെ സീക്വൻസ് നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഇടത് കാലം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണ്. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി ഇതുപോലെ നിവർന്നു ശ്വാസം വിട്ട് കാലിൻ്റെ വിരലിലേക്ക് നോക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം. 1, 2, 3, 4, 5. ഇനി ഇവിടുന്ന് പതിയെ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാലൊന്ന് മുകളിലേക്ക് ഉയർത്തുക. ഓക്കെ, ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാല് മുന്നിലേക്ക് വെച്ചു. ഇനി നമ്മുടെ വലത് കാലിൻ്റെ ഹീലൊന്ന് തറയിൽ മുട്ടിച്ചു. അപ്പോഴേ നമ്മുടെ ഹീല് 2 ഒറ്റ ലൈനാണ്. ഇടത് കാലിൻ്റെ പത്തി നേരെയാണ്, വലത് കാലിൻ്റെ ടോസ് ഒരല്പം പുറത്തേക്കാണ്. എന്നിട്ട് നിവർന്ന്. ഓക്കെ, നമ്മളിങ്ങനെ നിവരുമ്പോഴത്തെ നമ്മുടെ ബോഡി ഒരു പക്ഷേ മുന്നിലേക്കായിരിക്കും നിൽക്കുന്നത് അല്ലേ. അപ്പോഴത്തെ നമ്മുടെ ബോഡി ഒന്ന്, ഇപ്പം എൻ്റെ വലത് കാലാണ് പുറകിലേക്ക് ഇരിക്കുന്നത്, വലത് വശത്തേക്ക് ഇതുപോലെ ഒന്ന് തിരിക്കും. അപ്പം എൻ്റെ ഈ ഒരു ഭാഗം നേരെ വന്നു വലത് വശത്തേക്ക്. ഇടത് കാല് നേരെയാണ്, വലത് കാലിൻ്റെ ടോസ് വലത് വശത്തേക്ക് നിൽക്കുന്നു. ഇനി ശ്വാസം എടുത്ത് 2 കൈകൾ നമ്മൾ ഇതുപോലെ ഉയർത്തിയാണ്. ഈ കൈകൾ ഉയർത്തുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഷോൾഡറിൻ്റെ അകലം കീപ്പ് ചെയ്യണേ. ഇതുപോലെ ഉയർത്തിയിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നമ്മളിതുപോലെ പുറകിലേക്കൊന്ന് ബെൻഡ് ചെയ്യുന്നു. എൻ്റെ വലത് കാലം നേരെ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് നോട്ട് മുകളിലേക്ക് സാധാരണ ശ്വാസോച്ഛ്വാസം. നമ്മുടെ എൽബോസ് ഒക്കെ സ്ട്രൈറ്റ് ചെയ്യണേ. സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് നേരെ വരിക, ശ്വാസം വിട്ട് ഓപ്പോസിറ്റ്. അപ്പോൾ മുട്ടൊരിക്കലും ലോക്ക് ചെയ്യരുത് കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും മുട്ടിങ്ങനെ ലോക്ക് ചെയ്യും. തെറ്റാണത്. ഒരിക്കലും ലോക്ക് ചെയ്ത് ആ നടുക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ഒരു അല്പം ഒന്ന് ബെൻഡ് ചെയ്തിട്ട് വേണം നിൽക്കാൻ. ഇനി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഇതുപോലെ ഒന്ന് ചരിഞ്ഞു. ഓക്കെ, നോട്ട് മുകളിലേക്ക് സാധാരണ ശ്വാസോച്ഛ്വാസം. 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് കൈ ഇതുപോലെ നെഞ്ചിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ വീണ്ടും നടുക്ക് ഭാഗത്തേക്ക് വരുന്നില്ല, ഇതുപോലെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ബോഡി വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യണം കാലിലേക്ക്. ഇതുപോലെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. എൻ്റെ കാലിരിക്കുന്നുണ്ട്, 10 ഇതുപോലെ നിവർന്നായിരിക്കുന്നത്. നോട്ട് സൈഡിലേക്ക് സാധാരണ ശ്വാസോച്ഛ്വാസം. 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ തിരിഞ്ഞിട്ട് കാലിൻ്റെ ടോസ് തറയിലോട്ടൊന്ന് വയ്ക്കുന്നു. ഓക്കെ, നമ്മുടെ ഹീല് നിവർന്നിരിക്കണേ, നീ നിവർന്നിരിക്കണം. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി നോട്ടം മുകളിലേക്ക് സാധാരണ ശ്വാസോച്ഛ്വാസം. 1, 2, ബാലൻസിങ് എൻ്റെ ഇതിവിടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പൊസിഷനിൽ. 3, 4, 5. ശ്വാസം വിട്ട് കൈകൾ താഴേക്ക്, നിരകാല് താഴേക്ക്, നമ്മുടെ 2 കാലിൻ്റെ മുട്ടും തറയിൽ പതിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഹിപ്പ് മുന്നിലേക്ക്, ഷോൾഡർ താഴേക്ക് ആയിരിക്കണം. നമ്മുടെ എൽബോസ് ഇതുപോലെ നമ്മൾ മടക്കണം കേട്ടോ. ഷോൾഡർ താഴേക്ക് എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പിടിക്കരുത്, താഴെ നോട്ടം മുകളിലേക്ക്, കാലിൽ 10 ഫ്ലാറ്റ് ആയിട്ടിരിക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസം. 1, 2, 3, 4, 5. ശ്വാസം എടുത്ത് 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരുന്നു. ശ്വാസം വിട്ട് പുറകിലേക്ക് ഇതുപോലെ ഇരിക്കുന്നു. നെറ്റ് തറയിലേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടുന്ന് വളരെ സാവധാനം ശ്വാസം എടുത്ത് മുന്നിലേക്ക് ഇതുപോലെ
ബോഡി മൂവ് ചെയ്യും. എന്നിട്ട് ശ്വാസം എടുത്ത് നിവർന്ന് ശ്വാസം വിട്ട് വീണ്ടും പർവ്വതാസനത്തിലേക്ക് വരുന്നു. സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4 5. ശ്വാസം എടുത്ത് വലത് കാൽ ഉയർത്തുന്നു. ശ്വാസം വിട്ട് കാല് മുന്നിലേക്ക് കയറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഇടത് കാലിലെ ഹീലൊന്ന് തറയിൽ പതിച്ചു. നിവർന്നു. ഓക്കെ, നിവർന്നു. രണ്ട് കാലിലെ ഹീൽസ് ഒറ്റ ലൈനായിരിക്കണേ. അതെപ്പോഴും നിങ്ങൾ ചിന്തിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ ഒരു ഏരിയ മീൻസ് നമ്മുടെ ഈ ഒരു ഭാഗം നമ്മളിതുപോലെ ഇടത് കാല് പുറകിലിരിക്കുന്നുണ്ട്. ഇടത് വശത്തേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ശ്വാസം എടുത്ത് കൈ ഉയർത്തി ശ്വാസം വിട്ട് ഇതുപോലെ ഒന്ന് ചരിഞ്ഞു. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നിൽക്കുക. അപ്പം എൻ്റെ ഇടത് കാലാണിത്. ഇടത് കാലിൻ്റെ നേരെയാണ് ചരിഞ്ഞിരിക്കുന്നത്. 1 നോട്ട് മുകളിലേക്ക് 2 3 4 5. ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ട് വലതുവശത്തേക്ക് ഒന്ന് ചരിയുക. സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4 then 5. ശ്വാസം എടുത്ത് കൈപ്പത്തിയിൽ നെഞ്ചിന് മധ്യത്തിലേക്ക്. ശ്വാസം വിടുന്നതിനോടൊപ്പം നമ്മുടെ ബോഡി വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. കാല് ഉയർത്തുന്നു. ഇതുപോലെ ശ്വാസം വിട്ട് ഇതുപോലെ ഉയർത്തി. സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4 5. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഇതുപോലെ തിരിയുന്നു. അതോടൊപ്പം തന്നെ ടോസ് തറയിൽ മുട്ടിച്ചു. ശ്വാസം എടുത്ത് കൈ ഉയർത്തി. സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4 5. ശ്വാസം വിട്ട് സാവധാനം കൈകൾ താഴേക്ക്. വലത് കാല് പുറകിലേക്ക്. മുട്ടുകളൊന്ന് ഡ്രോപ്പ് ചെയ്യാണ്. ശ്വാസം എടുത്ത് ഹിപ്പ് ജോയിൻസ് ഒന്ന് മുന്നിലേക്ക്. നോട്ടം മുകളിലേക്ക്. സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4 and 5. ശ്വാസം എടുത്ത് ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരുന്നു. ശ്വാസം വിട്ട് പുറകിലേക്ക് ഇരിക്കുക. നെറ്റൊന്ന് തറയിൽ മുട്ടിക്കുന്നു. ശ്വാസം എടുത്ത് മുന്നിലേക്ക് ഇതുപോലെ നിവർന്ന് ഓക്കെ. ശ്വാസം വിട്ട് കാലിൻ്റെ വിരലുകളിലേക്ക് നോക്കാം. മൗണ്ടൈൻ പോസ്റ്റർ സ്റ്റേ ചെയ്യുക. 1 2 3 4 5. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലിലെ മുട്ടൊന്ന് തറയിൽ മുട്ടിക്കുന്നു. ശ്വാസം എടുത്ത് നമ്മുടെ ഇടത് കാലൊന്ന് ഉയർത്തുക. വലത് കൈ ഇതുപോലെ ഒന്ന് പിടിക്കുന്നു. സ്ട്രെച്ച് ചെയ്യുക. നോട്ടം നേരെ. സാധാരണ ശ്വാസോച്ഛ്വാസം. ഓക്കെ, 1 2 3 4 then 5. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക്. ഓപ്പോസിറ്റ് സൈഡ് ശ്വാസം എടുത്ത് ഇതുപോലെ കാലുയർത്തി ഹോൾഡ് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുക. നോട്ടം നേരെ. ഓക്കെ, കാലിൻ്റെ പത്തിൽ പിടിക്കുന്നു. സ്ട്രെച്ച് ചെയ്യുക. നോട്ടം നേരെ. ദെൻ സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4 then 5. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യുന്നു. ചൈൽഡ് പൊസിഷനിലേക്ക് വരിക. നെറ്റിന് തറയിൽ മുട്ടിക്കുക. റിലാക്സ് ചെയ്യുക. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിന്യാസ ഫ്ലോ. നമ്മുടെ ചെറിയൊരു ആസനാസ് ജസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇതിനകത്ത് ഒത്തിരി ഫ്ലോസ് നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഫ്ലോ കഴിഞ്ഞാൽ നമുക്കിതുപോലെ കാൽപ്പത്തികൾ ഇതുപോലെ ബട്ടക്സിന് താഴെ വെച്ചിട്ട് മീൻസ് ഹാഫ് ഡയമണ്ട് പോസ്റ്റർ അഥവാ അർദ്ധ വജ്രാസനത്തിലേക്ക് വരിക. കൈകൾ മുട്ടുമേലെ വയ്ക്കുക. കണ്ണുകളടക്കുക. നമ്മുടെ ശരീരം പതിയെ ഒന്ന് റിലാക്സ് ചെയ്യുക. വിശ്രമത്തിലേക്ക് കൊണ്ടുവരിക. വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ശ്വാസോച്ഛ്വാസം ഒന്നറിയുക.
പതിയെ നമ്മുടെ കൈപ്പത്തിയുടെ നെഞ്ചിന് മധ്യത്തിലേക്ക് കൊണ്ടുവരിക. കൈ കൂപ്പിത്തൊഴുതിരിക്കണം. മനസ്സിൽ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ പഠിപ്പിച്ച നമ്മുടെ യോഗ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മറ്റ് അധ്യാപകർ എല്ലാവരെയും, നമ്മുടെ ഗുരുനാഥന്മാരെ ഒന്ന് ഓർക്കുക. നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് ഓർക്കുക. പതിയെ കൈകൾ ഒന്ന് റബ്ബ് ചെയ്യും. ആ ചൂട് അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുകളിലേക്ക് കൊണ്ടുവരിക. പതിയെ കണ്ണുകളൊന്ന് കൈവെള്ളയിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്യുക. പതിയെ കൈവെള്ളയിലേക്ക് ഒന്ന് നോക്കുക. താങ്ക് യു. അപ്പം എല്ലാവരും ഒന്ന് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് തരിക. താങ്ക് യു. ശരി, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.